ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ടാണ്. ജെല്ലി ഫ്രൂട്ട് കേക്ക്. ഇത് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും കേട്ടോ, പക്ഷേ കുറേ പേർക്ക് ഇത് എന്താണെന്ന് അറിയില്ല. ഇത് നിറയെ ഫ്രൂട്ട്സിൻ്റെ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് നല്ല കളർഫുൾ ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. പിന്നെ ജെല്ലിയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളില്ലേ, അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, കടൽപ്പാസി, ഇതിന് ചൈന ഗ്രാസ് എന്ന് പറയും, കുറച്ച് പാല്, പഞ്ചസാര, കുറച്ച് ഫ്രൂട്ട്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഗ്രേപ്സ്, ആപ്പിൾ, ബനാന എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഓറഞ്ച്, ലിച്ചി, ചക്കപ്പഴം, പിയർ എടുത്ത് വെച്ചിട്ടുണ്ട്, സ്ട്രോബെറി, പൈനാപ്പിൾ, പപ്പായ, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കിവി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തോരം ഫ്രൂട്ട്സ് ചേർക്കണോ അത്രയും നല്ല കളർഫുൾ ആയിരിക്കും ഈ കേക്ക്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി അടുത്തത് നമ്മൾക്ക് കടൽപ്പാസി നല്ലോണം അലിയുന്നത് വരെ തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 300 ml ആണ് കേട്ടോ എടുക്കണേ. ഇതിലേക്കൊരു 15 ഗ്രാം കടൽപ്പാസി, ഇത് നന്നായിട്ട് അലിഞ്ഞു വരണം കേട്ടോ വെള്ളത്തിൽ. ഇത് നല്ലോണം അലിഞ്ഞു വരണം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല കുഴന്ന് വരും. ഇപ്പം ഇതിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ. ഷുഗർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പഞ്ചസാര പ്രിയാണ്, അതുകൊണ്ട് ഇത്തിരി കൂടുതൽ ഇടണം കേട്ടോ. ഇത് തണുക്കുന്നതിന് മുൻപ് തന്നെ നമ്മളിത് ഉടനെ തന്നെ ബൗളിൽ മാറ്റി സെറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എടുത്ത് വെച്ച് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. ഇനി ഫ്രൂട്ട്സ് ഒന്നൊന്നായിട്ട് നമുക്ക് അടുക്കി വെക്കാം. ഇങ്ങനെ ഇത് നമ്മൾ കാണുന്ന ഫസ്റ്റ് ലെയർ ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അടുക്കുന്നത്. ഇനി അടുത്തത് നമ്മൾക്കിങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇട്ടാലും മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം.
കടൽപ്പാസി നന്നായിട്ട് വെള്ളത്തിൽ അലിയിച്ചിട്ട് ഫ്രൂട്ട്സിൽ ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിൽ ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇല്ല ജെല്ലി കുറച്ച് കൂടുതൽ വേണം, ഫ്രൂട്ട്സ് അവിടെ ഇവിടെ മതി എന്നുള്ളവർ അതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ ഞാൻ എക്സ്ട്രാ ഒരു 2 ലെയർ എക്സ്ട്രാ ഞാൻ ചേർക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ ഞാൻ പാലിലാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ ലെയർ ഞാൻ മാംഗോ പൾപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയർ പാലിൽ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. പാല് ഞാനൊരു 200 ml എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ, ഇതിലേക്ക് ഒരു 10 ഗ്രാം കടൽപ്പാസി, ഇത് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു വരണം. നമ്മൾ വെള്ളത്തിൽ ചെയ്തില്ലേ അതേപോലെ തന്നെ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, നോർമലായിട്ട് ഇങ്ങനെ കേക്ക് നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കാട്ടും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഈ ഒരു പരിവാകുമ്പോഴത്തേനും നമ്മൾക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് അങ്ങനെ നമുക്ക് ആ ബൗളിൽ ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ലെയർ മിൽക്ക് വെച്ച് ചെയ്ത അടുത്ത ലെയർ റെഡി ആയിട്ടുണ്ട്. അടുത്തതിന് നമ്മൾ മാംഗോൻ്റെ ലെയറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടത് മാംഗോ, കുറച്ച് കടൽപ്പാസി, കുറച്ച് ഷുഗർ, കുറച്ച് വെള്ളം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. മാങ്ങയുടെ തോല് ഇതുപോലെ പീൽ ചെയ്തെടുക്കണം. ഇതൊരു 400 ml വെള്ളം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ. ഇനി ഇതിലേക്ക് ഒരു 20 ഗ്രാം കടൽപ്പാസി. നന്നായിട്ട് കടൽപ്പാസി നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം ഇത് നമ്മുടെ മിൽക്ക് ലെയറിൻ്റെ മുകളിൽ നമ്മൾക്കിത് ഒഴിച്ചു വയ്ക്കാം.
നല്ല കൂളായി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യണം. ഒരു 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഓരോ ലെയറും നല്ല ജെല്ലി ഫോമായി നല്ല സെറ്റായി വന്നതിന് ശേഷം നമ്മൾ മുകളിൽ ലെയർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വരാം. 5 നാൾ വരെ അവൻ പൊഴിந்தது ஆசையின் மழை, அதில் நனைந்தது 100 ஜென்மங்கள் நினைவினில் இருக்கும். அதுபோல் அந்த நாள் வரும், உயிருருகிய அந்த நாள் சுகம், அது நினைக்கையில் இரத்த நாளங்கள் ராத்திரி வெடிக்கும். ஒரு நிமிஷம் கூட என்னை பிரியவில்லை. பிரிய மாட்டேனே, நான் வந்துட்டேனே. ഒരു നിമിഷം കൂടെ ഉന്നെ പിരിയ മാട്ടേ. അയ്യേ, എന്ത് കയ്യേ? നീ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരുന്നത്? ഒരു നിമിഷം കൂടെ എന്നെ പിരിയവില്ലേ, വിവരമേതും അവൻ അറിയവില്ലേ, എന്നിരുന്ന പോതും അവൻ எனதில்லையே, മറന്നു പോയൻ മനമേ. ഓ വെൺമതി വെൺമതി എന്നില്ലേ, നീ വാനത്താ മേഘത്തുക്കാ சொல்லு, വാനം தான் உன்னுடைய இஷ்டம் என்றால் മേഘത്തുക്കില്ല ഒരു നഷ്ടം. എനിക്ക് ഇതേപോലെയൊക്കെ പാടാനറിയാം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വെൺമതി വെൺമതി നില്ലേ, നിക്ക്. എന്താണ്? എനിക്ക് ഇതേപോലെയൊക്കെ പാടാനറിയാന്ന്. വെൺമതി വെൺമതി നില്ലേ, വെൺമതി വെൺമതി നില്ലേ, വാനത്തും മേഘത്തും മേൽ നില്ലേ. 2 കൊത്തു പൊറോട്ട പാർസൽ. 2 കൊത്തു പൊറോട്ട പാർസൽ. എന്ത് എന്തിനിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണേന്ന്? ടച്ച് വിട്ടുപോയി മോളെ. ടച്ച് സ്ക്രീന് വിട്ടുപോയി എന്ന് വെച്ചിട്ട് പാട്ടിന് ഇങ്ങനെ കൊല്ലരുത് കേട്ടാ. അങ്ങനെ നീ എന്നെ കൂടെ കളിയാക്കരുത് കേട്ടാ. ഞാൻ പാടുന്ന പോലെ പഴയ പാട്ട് നിനക്കൊണ്ട് പാടാൻ പറ്റുമോ? പിന്നെന്ത്? നോക്കാം 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 നോക്കാം. ആ ഞാൻ നോക്കാം. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്. നില്ല് നില്ല് നില്ല്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ്, കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. കുയിലിനെ തേടി കുതിച്ചു പായും മാറാ, പട്ടുകുപ്പായക്കാരാ പട്ടുകുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും, കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും. 14 രാവിലെ പാലാഴി കരയിലെ പഞ്ചകന്യകമാരുടെ മാണിക്യ കല്ലു തരാമോ. ഓഹോ ഹോയ് ഓഹോ ഹോയ് ഓഹോ ഹോയ്. ഓഹോ, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുണ്ണനെ. നിക്ക് നിക്ക് വേണ്ട. വാച്ചമ്മയുടെ പഴയ പാട്ടുകളെല്ലാം ഞാൻ പാടില്ലേ? ഞങ്ങളുടെ ന്യൂ ജനറേഷൻ സോങ് എല്ലാം വാച്ചമ്മക്ക് പാടാൻ പറ്റുമോ? പാടാൻ പറ്റും. പിന്നെ താളം പിടിക്കാൻ പറ്റില്ല, പാടാൻ പറ്റും. പിന്നെ നോക്കാം. എന്റെ ചക്കര കിട്ടി. സോപ്പിട
എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുണ്ടു പോയേ, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുണ്ടു പോയേ, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുണ്ടു പോയേ, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇതിലൊരു ചാകരയും വേലകളും പൊത്തു വന്നപ്പോൾ ചിലരുടെ തോർത്ത് പോയ കാര്യം ഓർത്ത് പോകവേ അലകടൽ കാറ്റ് നീ. എവിടെ ഒന്ന് പാടിക്കേ. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ. ജിമിക്കി കമ്മൽ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഞാൻ പാടിയില്ലേ ഇതിലൊരു ചാകരയും വേലകളും, അതൊന്ന് പാടിക്കേ. ലിറിക്സ് അറിയാൻ പാടില്ലല്ലേ? ഇതാണ് വലിയ വീമ്പളക്കിയത്, എനിക്ക് ന്യൂ ജനറേഷൻ സോങ് അറിയാതെ. അയ്യോ ദയവ് ചെയ്ത് വേണ്ട. ഈ ജിമിക്കി കമ്മൽ സോങ് ഇല്ലേ, വെളിപാടിൻ്റെ പുസ്തകം ഫിലിം, അത് തന്നെ 2.5 മണിക്കൂറേ ഉള്ളൂ. വാച്ചുമ്മി ജിമിക്കി കമ്മൽ എന്ന് പാടി പാടി തന്നെ 3 മണിക്കൂറാക്കും. അതിനുള്ളിൽ എൻ്റെ ജെല്ലിക്കൊക്കെ ഒരു പരുവം. ഇപ്പൊ തന്നെ 2 മണിക്കൂറായി. അതെന്താ? ഇതാണ് ജെല്ലി ഫ്രൂട്ട് കേക്ക്. ഇത് എത്ര മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി? ഒരു 2.5 മണിക്കൂറായിട്ടുണ്ടോ? എന്തേ ഞാൻ ഇപ്പൊ വരാട്ടാ. എവിടെ പോണ? ടൈം ട്രാവൽ. എൻ്റെ ദൈവമേ, ഒന്നും വേണ്ട, അവിടെ ഇരിക്കേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല റെഡി ആയിട്ട് സെറ്റായിട്ട്. നീ ആരുടെ സംസാരിക്കണത്? അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതുപോലെ ജെല്ലി ഫ്രൂട്ട് കേക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കത്തി എടുത്തിട്ട് പയ്യെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വരട്ടി കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ വരട്ടി കൊടുത്ത് ഇനി നമ്മൾക്ക് പയ്യെ പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പയ്യെ വെച്ചിട്ട് അങ്ങനെ കമത്തണം. പയ്യെ അതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ തട്ടിയിട്ട് പയ്യെ ഇതിങ്ങനെ പൊക്കിയെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്ക് റെഡി. അപ്പോൾ നമ്മുടെ ജെല്ലി ഫ്രൂട്ട് കേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമ്മൾക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എൻ്റെ ജെല്ലി കേക്ക്. ഇനി വേണ്ട വെത്തില്ല പാക്ക്. നീ എൻ്റെ കുട്ടി പാപ്പി ഫുൾ കേക്ക് തന്നിട്ട് പൊടി. ഫുൾ കേക്കാ? ഷുഗർ വരും. നോ 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 നോ. ബൈ 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 ബൈ. എൻ്റെ കേക്ക് അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻസിൽ പറയണം കേട്ടോ. വാച്ചുമ്മേ.